ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു സംസ്ഥാന അവാർഡ്. അതെ, മമ്മൂട്ടി തന്നെ മികച്ച നടനാകാൻ പോകുന്നു. പ്രമേയുഗം എന്ന ചിത്രമാണ് 2024 കാറ്റഗറിയിൽ ഈ വർഷം മികച്ച നടനുള്ള ആ ഒരു പട്ടികയിലേക്ക് മമ്മൂക്കയെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. സിനിമ ഇതിനോടകം തന്നെ നമ്മൾ എല്ലാ ആളുകളും ഒരു കാര്യം ഉറപ്പിച്ചതാണ്, കൊടൂരമായ മമ്മൂട്ടിയുടെ പ്രകടനം കൊണ്ട് തന്നെ ഒന്നാം തരം എന്ന് തന്നെ ജനങ്ങൾ വിധി എഴുതിയ ഒരു സിനിമ. ഹേറ്റേഴ്സ് പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ചിത്രമായി മാറി ഭ്രമയുഗം. ഒരു പരീക്ഷണ ചിത്രമായി വന്ന ചിത്രം ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തും അത്രത്തോളം ആവേശം ജനിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രശംസ ഏറ്റു നൽകുകയും ചെയ്ത ചിത്രമായി മാറുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഇതിനിടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ഒരു സംസ്ഥാന അവാർഡ് കൂടെ വരുമ്പോൾ മമ്മൂട്ടി 7ാം തവണയും സംസ്ഥാന അവാർഡ് നേടുന്ന മികച്ച നടനാകും. മൊത്തം 10ഓളം സംസ്ഥാന അവാർഡുകളാണ് മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ഇക്കുറി വീണ്ടും വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കാം സിനിമയുടെ അല്ലെങ്കിൽ കേരള സംസ്ഥാന ഫിലിം അവാർഡിൻ്റെ അവസാന ഘട്ട കാര്യങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. സിനിമ ഇതിനോടകം തന്നെ ക്രിട്ടിക്കൽ അക്ലെയിം നടക്കുകയാണെങ്കിൽ അതിൻ്റെ യുണീക്കായിട്ടുള്ള ഹൊറർ ജനറും അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അക്ലെയിമിൽ നടന്നത്. ഇൻ്റർനാഷണൽ റെക്കഗ്നേഷൻ സിനിമയ്ക്ക് വന്നത് UK ഫിലിം സ്കൂളിൽ ഇത് ഒരു പഠന വിഷയമാക്കിയപ്പോൾ സ്ട്രോങ് പെർഫോമൻസ് മമ്മൂട്ടി പോർട്രേ ചെയ്ത ആ ഒരു ക്യാരക്ടർ അതൊരു രക്ഷയുമില്ലാത്ത സംഭവമെന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ വിധി എഴുതുമ്പോൾ ഇവിടെ ഭ്രമയുഗം തന്നെയായിരിക്കും ഇക്കുറി മികച്ച സിനിമയും ഒപ്പം മികച്ച നടനും ഉള്ള കാറ്റഗറിയിലേക്ക് എത്താൻ പോകുന്നത്. ഒരുപക്ഷെ 3ഓളം അവാർഡുകൾ മികച്ച നടന്മാർക്ക് ആ ഒരു സിനിമ നേടിക്കൊടുക്കുമെന്നുള്ളതും സംസാരങ്ങളിൽ വരുന്നു. ഒന്ന് മികച്ച നടനും പിന്നെ നമുക്ക് സഹനടന്മാരായി 2 പേരും, അതായത് ഇതിനകത്തിൽ അഭിനയിച്ച 3-4 ക്യാരക്ടേഴ്സിൽ ഭൂരിഭാഗം ആളുകളും അവാർഡിലേക്ക് എത്തും എന്നുള്ള ലെവലിൽ തന്നെയാണ്. അതെ, വേറെ ഒരാളോ വേറെ ഒരു സിനിമ പോലും ഇതിൻ്റെ മുന്നിലില്ല. 99.99% ഈ സിനിമ തന്നെയായിരിക്കും, ഇതിലെ പ്രകടനത്തിന് മമ്മൂട്ടി തന്നെയായിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഒരു പെർഫോമൻസ് സമീപകാലത്ത് കഴിഞ്ഞ 10 വർഷം എടുത്തു നോക്കിയാലും ഒരാളും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് മാത്രമല്ല 2026 ബെസ്റ്റ് ആക്ടറും മമ്മൂട്ടി തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വിധി എഴുതാൻ പോകുന്നത്. കളം കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ പ്രകടനം അണിയറയിൽ നിന്ന് ലഭിക്കുന്നത് ആ റേഞ്ചിൽ തന്നെയാണ്. മലയാള സിനിമയ്ക്ക് ഒരു വ്യത്യസ്ത രീതിയിലേക്ക് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സിനിമകളിൽ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കി കൊടുത്ത ചിത്രമാണ് ഭ്രമയുഗമെങ്കിൽ ഇക്കുറി കളം കാവൽ അതിന് മുകളിൽ നിൽക്കുന്ന മറ്റൊരു സംഭവമായി വരും. തുടർച്ചയായി കഴിഞ്ഞ 4 വർഷവും നമുക്ക് അല്ലെങ്കിൽ ഈ വരുന്ന 4 വർഷവും 2022, 23, 24, 25 വർഷങ്ങളിലും സംസ്ഥാന അവാർഡിൽ മുത്തമിടുന്ന ഏകനടനായി മാറും മമ്മൂട്ടി എന്നുള്ളതാണ്. 2022 മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചപ്പോൾ നമുക്ക് 23 മികച്ച സിനിമയ്ക്കും അതിൻ്റെ പ്രൊഡ്യൂസർക്കുമുള്ള അവാർഡ് നേടുന്നതും നമ്മൾ കണ്ടു. ഇവിടെ 24 വീണ്ടും മമ്മൂട്ടി ഭ്രമയുഗത്തിലൂടെ മികച്ച നടനായി എത്തുമ്പോൾ 26 മമ്മൂക്ക മികച്ച നടനായി തന്നെ എത്തും. ഒപ്പം മികച്ച സിനിമയ്ക്കുമുള്ള അവാർഡ് നേടുമെന്നുള്ളത് തന്നെയാണ് ഏറെക്കുറയും വരുന്നത്. അതിന് ഇനിയും സമയമുണ്ട്, 8ഓളം മാസമുണ്ട് മികച്ച സിനിമകൾ വരാൻ. പക്ഷേ ഇതുവരെ വന്ന ഒരു സിനിമയും അതിനോട് വെല്ലുവിളിക്കുന്നതായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനിരിക്കുന്നത്. അതുപോലെ തന്നെ കളംകാവൽ എന്ന ചിത്രം വരാനിരിക്കുന്നത് അടുത്ത മാസം, അതായത് ജൂണിലേക്കായിരിക്കും എന്നുള്ളതാണ്. അതായത് ആ സിനിമ റിലീസ് ചെയ്ത് 6 മാസവും ഒരു സ്പേസ് കൊടുത്തിരിക്കുകയാണ് വേറെ ആർക്കെങ്കിലും മത്സരിക്കാൻ ഉണ്ടെങ്കിൽ. എന്താണേലും എല്ലാ വർഷവും ഈ കഴിഞ്ഞ 22, 23, 24 വർഷത്തിൻ്റെ ഹാട്രിക്കായിട്ട് മമ്മൂട്ടി തന്നെയാണ് ഫൈനൽ റൗണ്ടിൽ നിന്നിരുന്നത്. 23 അവാർഡ് പൃഥ്വിരാജിന് പോയി ആടുജീവിതം എന്ന സിനിമയിൽ. അതിന് ശേഷം വരുന്ന ഈ ഒരു സിനിമയ്ക്ക് പ്രകടനത്തിൽ മത്സരിക്കാൻ പോലും വേറെ മുൻനിര താരങ്ങളോ അല്ലെങ്കിൽ ഒരു താരത്തിനെയോ കാണാനില്ല. എന്തായാലും മലയാള ഫിലിമിൽ ഒരുപാട് സിനിമകൾ വരുന്ന ഒരു വർഷം തന്നെയാണ് ഇത്. എന്താണെങ്കിലും മമ്മൂട്ടിയിലേക്ക് വീണ്ടും ഒരു സംസ്ഥാന അവാർഡ് വരുന്നതായി കാത്തിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെ ആരെങ്കിലും ഈ ഒരു വർഷം മമ്മൂട്ടിക്കൊപ്പം കൊമ്പ് കോർക്കാനുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.